Assalamu alaikum. Kachi Meman, brothers and sisters, Kachi Meman Baru Benru, ഞാൻ എം ഇ മൻസൂർ സേട്ട്, കച്ചി ലാംഗ്വേജ് ട്യൂട്ടോറിയൽസിൻ്റെ ഗ്രൂപ്പ് അഡ്മിനാണ് ഞാൻ. ഇന്നലെ വൈകുന്നേരം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മുടെ കച്ചി ലാംഗ്വേജ് ട്യൂട്ടോറിയൽസ് ഒരു വീഡിയോ ക്ലാസ് ആരംഭിക്കുന്നതിനെ കുറിച്ചായിരുന്നു ആ പോസ്റ്റ്. അതിന് നമ്മൾ പേര് നൽകിയിരിക്കുന്നത് CLT വോയിസ് എന്നാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 1.5 വർഷമായി നമ്മുടെ കച്ചി ലാംഗ്വേജ് ട്യൂട്ടോറിയൽസ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതൊരു ഫേസ്ബുക്കിൻ്റെ ക്ലോസ്ഡ് ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽ 800ഓളം മെമ്പേഴ്സ് ഉണ്ട്. ദിവസേന പല വ്യക്തികളും, കച്ചി ഭാഷ അറിയാവുന്ന പല വ്യക്തികളും ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റുകൾ ഇടുകയും അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും നമ്മൾ ചെയ്യാറുണ്ട്. ഈ ഗ്രൂപ്പ് ഒരു വൻ വിജയം ആയി തീർന്നിരിക്കുന്നു എന്നാണ് എൻ്റെയും വിശ്വാസം. അപ്പോൾ ഓരോ പോസ്റ്റുകൾ ഇടുന്നതിനേക്കാൾ കുറച്ചുകൂടി നന്നായി തോന്നുന്നത് ഒരു വീഡിയോ ഇടയ്ക്ക് വെച്ച് ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ ആ വീഡിയോ കണ്ട് മെമ്പേഴ്സിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ഗ്രഹിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഇന്നു മുതൽ ഈ ക്ലാസ് തുടങ്ങുന്നത്. ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ചില ടിപ്സാണ്. കച്ചി ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കച്ചി ലാംഗ്വേജിൽ സംസാരിക്കുമ്പോൾ ആവശ്യമുള്ള ടിപ്സാണ് ഈ വീഡിയോയിൽ കൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും കച്ചി ഭാഷ അറിയാം. പക്ഷേ വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ കച്ചി ഭാഷയ്ക്ക് ഒരു ലിപിയില്ല. ലിപിയില്ലാത്തത് കൊണ്ട് നമ്മൾ ഏത് പ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നത് ആ പ്രദേശത്തെ ഭാഷയുമായി നമ്മുടെ കച്ചി ഭാഷ കലർന്ന് ഒരു മിശ്രിതമാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് ഈ വീഡിയോ ഇടുന്നതെങ്കിലും തിരുവനന്തപുരത്തുകാർ പറയുന്ന കച്ചിയിൽ നിന്നും അല്പം വ്യത്യസ്തമായിരിക്കും കൊച്ചിയിലോ ആലപ്പുഴയിലോ ഉള്ള കച്ചി മേമൻ പറയുന്ന കച്ചിയിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ അപാകതകളൊക്കെ നമ്മൾ സഹിച്ചുകൊണ്ട്, അതൊക്കെ മറന്നുകൊണ്ട് നമ്മുടെ ഭാഷയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനു വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തുക എന്നതാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇന്നു മുതൽ നിങ്ങളുടെ കുറച്ച് ദിവസത്തേക്ക് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. പല സന്ദർഭങ്ങളിലും നമ്മുടെ ഭാഷയെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള മാർഗം കാണിച്ചു തരാനും, അത് ഞാൻ ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, കച്ചി ഭാഷയെക്കുറിച്ച് നല്ലവണ്ണം അറിവുള്ള ആളുകളുമായി ചർച്ച ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന അറിവിൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇവിടെ ഭാഷ നമ്മൾ എടുത്ത് അതിൻ്റെ വ്യാകരണമോ സെൻറ്റൻസ് നിർമ്മാണമോ മാത്രം പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഇത് കുറേ ടിപ്സ് തരിക എന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതായത് നമ്മൾ നിത്യേന നമ്മൾ കച്ചി ഭാഷ ഉപയോഗിക്കുമ്പോൾ വരുന്ന നമുക്ക് അപാകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കുക. നമ്മൾ പറയുന്ന ഭാഷ ശരിക്കുമുള്ളതാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഒരു ദിവസത്തിൻ്റെ ആരംഭം മുതൽ എന്തായിരിക്കും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ആശയവിനിമയം ചെയ്യുന്നത് ഒരു ഭാഷയിലായിരിക്കും. അപ്പോൾ നമ്മൾ കച്ചി മേമൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ അവരെ വീടുകളിൽ ആശയവിനിമയം ചെയ്യുന്നത് കച്ചി ഭാഷയിലായിരിക്കും. അപ്പോൾ ഈ വീടുകളിനകത്ത് ഉണ്ടാകുന്ന ആശയവിനിമയം, അതുപോലെ നമ്മൾ പുറത്തു പോയി കഴിയുമ്പോഴുള്ള ആശയവിനിമയം, ആ വിനിമയം നമ്മൾ സംസാരിക്കുമ്പോൾ ആശയവിനിമയം നടത്തുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ആണ് ഈ ടിപ്സിലൂടെ പറയുന്നത്. ഈ ടിപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഷാ പണ്ഡിതന്മാരെ സൃഷ്ടിക്കലല്ല, ഭാഷ കൈകാര്യം ചെയ്യാൻ ഏറ്റവും എളുപ്പമായ രീതിയിൽ എങ്ങനെ സാധിക്കും എന്ന് നമുക്ക് മാർഗം കണ്ടെത്താൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയാണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയുടെ അതിൻ്റേതായിട്ടുള്ള വ്യാകരണമുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഉച്ചാരണ രീതിയുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്ന യൂട്യൂബിൽ പല ക്ലാസ്സുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനൊക്കെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അതിൻ്റെ ഫൊണറ്റിക്സ് ഉണ്ട്. ഫൊണറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഉച്ചാരണം എങ്ങനെയാണെന്നുള്ളതുണ്ട്, അത് ഗ്രാമറുണ്ട്, വ്യാകരണമുണ്ട്. പക്ഷെ നമ്മുടെ ഭാഷയ്ക്ക് വ്യാകരണം നമ്മൾ ആരും അധികം ഫോളോ ചെയ്യാറില്ല, ഉച്ചാരണം നമ്മൾ അധികം
കണക്കിലെടുക്കാറില്ല. ചില വാക്കുകളുടെ ഉച്ചാരണം നമ്മൾ ഇത് ലിപിയില്ലാത്ത ഒരു ഭാഷയായതുകൊണ്ട് ഉച്ചാരണത്തിൽ പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും ഉച്ചാരണം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു വാക്കിൻ്റെ ശരിയായിട്ട് ഉച്ചാരണം എങ്ങനെയായിരിക്കണം? ഒരു വാക്ക് ലിപിയില്ലാത്ത വാക്ക് അത് മറ്റൊരു ഭാഷയുടെ ലിപി നമ്മൾ കടമെടുത്തുകൊണ്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. പ്രത്യേകിച്ചും ഇത് ക്ലാസ് എന്ന് പറയുമ്പോഴേക്കും ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കഴിയുമ്പോഴും ക്ലാസ് കഴിയുമ്പോൾ അവസാനം നിങ്ങൾ ഇതിൽ ഞാൻ പറയുന്നത് മുഴുവനും കേട്ടതിന് ശേഷം നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻസിലായിട്ട് എഴുതുക. അതുകൂടാതെ നിങ്ങളൊരു പ്രാവശ്യം ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഞാൻ അറിയുന്നില്ല നിങ്ങളിത് കേട്ടോ ഇല്ലയോ എന്നറിയുന്നില്ല. കേട്ട് കഴിഞ്ഞാൽ അതിൽ ലൈക്ക് ബട്ടൺ ഇടതുവശത്ത് അറ്റത്ത് ലൈക്ക് ബട്ടൺ ഉണ്ട്. അത് പതുക്കെ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾക്കറിയാൻ പറ്റും, CLTക്കാർക്ക് അറിയാൻ പറ്റും എത്ര പേര് ഇത് കണ്ടു, എത്ര പേര് ഇത് ലൈക്ക് ചെയ്തു അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അപാകത തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാം. കമൻസ് കോളത്തിൽ ചൂണ്ടിക്കാട്ടാം. ഈ പറഞ്ഞത് ശരിയായില്ല, ഇങ്ങനെയല്ല പറയേണ്ടത്, ഇങ്ങനെയാണ് പറയേണ്ടതെന്നുള്ള തിരുത്താം, ചൂണ്ടിക്കാട്ടൊക്കെ ചെയ്യാം. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ സരളമായ രീതിയിൽ, വളരെ ലളിതമായ രീതിയിൽ നമ്മുടെ ഭാഷ നമ്മുടെ വരും തലമുറകൾ കൈകാര്യം ചെയ്യത്തക്ക രീതിയിൽ ആക്കി തീർക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു കച്ചി ഭാഷാ വിദഗ്ധനൊന്നുമല്ല, പക്ഷേ എനിക്ക് പരിചയമുള്ള ഒരുപാട് കച്ചി ഭാഷാ വിദഗ്ധരുണ്ട്. അവരുമായിട്ട് ഞാൻ ആലോചിച്ച ശേഷം മാത്രമാണ് ഓരോ വീഡിയോയും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോ വന്നു കഴിയുമ്പോഴേക്കും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ആ അപാകതകളെല്ലാം നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് ചൂണ്ടിക്കാണിച്ച് ആ തെറ്റ് തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാം. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അടുത്ത് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. എല്ലാവരുടെയും സഹകരണം ഞാൻ ഇതിൽ നിന്നും ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ ഈ വീഡിയോ കൂടി നിങ്ങൾ ലൈക്ക് ചെയ്ത് തുടങ്ങിയാൽ ഞങ്ങൾക്ക് CLT അതായത് കച്ചി ലാംഗ്വേജ് ട്യൂട്ടോറിയൽസിൽ ക്ലാസ് എടുക്കുന്നവർക്ക് ഒരു പ്രചോദനമാകും. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ എത്രമാത്രം കണ്ടു, ആരൊക്കെ കണ്ടു, ഇതിൽ താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി വരും ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ വളരെ ലളിതമായ രീതിയിൽ ഈ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കലാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും.